ഒരു പരിധിവരെ നിരന്തരമായി നിൽക്കുന്ന ആശുപത്രി കേസുകൾ വന്നുകൊണ്ട് നിരന്തരമായി നിൽക്കുന്ന അപകടസന്ധികൾ ഉണ്ടാകുന്നവർക്ക്, നിരന്തരമായ രോഗപീഠകൾ ഉണ്ടാകുന്നവർക്ക് ഒരു പരിധി വരെ തടയിടാൻ പറ്റുന്ന ഒരു ദാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമസ്കാരം. കൈപ്പേശ്ശേരി നമ്പൂരി. ഈ ഒരുപാട് ആൾക്കാർ വന്ന് പറയും, തിരുമേനി അടുത്തുള്ള ഒരു ജ്യോതിഷം പറഞ്ഞു, വീട്ടിൽ ശത്രുബാധ ആയതുകൊണ്ടാണ് അസുഖങ്ങൾ വരണേ, വീടിൻ്റെ കണക്ക് കണ്ടമാനം തെറ്റിയിട്ടാണ് അസുഖങ്ങൾ വരണേ, അതുപോലെ തന്നെ ദൃഷ്ടിദോഷം കൊണ്ടാണ് അപകടം നടക്കണേ, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും, ഒരാളിങ്ങനെ ഒന്ന് ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ അപകടം വരുമെങ്കിൽ അയാൾ നോക്കുന്നിടത്ത് മുഴുവൻ നശിക്കുകയാണ്, ഈ ലോകം നശിച്ചു പോകുമല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്, ഞാൻ പറയാറൊന്നുമില്ലെങ്കിലും. ശരിക്കും ഏറ്റവും നമ്മുടെ ധനം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ എന്തിനാണ് നാമം ജപിക്കുന്നത്? അല്ല, നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് എന്തിനാ? നാളെ രാവിലെ അംബാനി ആവാനോ അദാനി ആകാനോ ആരും ഇവിടെ നാമം ജപിക്കുന്നില്ല. ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുക എന്ന് മാത്രമാണ് ഓരോ നാമജപം കൊണ്ട്, ഓരോ ക്ഷേത്ര ദർശനം കൊണ്ട് നമ്മൾ ഉദ്ഘോഷിക്കുന്നത്. അല്ലാതെ അല്പവിശ്വാസികളായ ആൾക്കാരാണ് എനിക്ക് ലോട്ടറി അടിച്ചില്ല, ഇനി ഞാൻ അമ്പലത്തിൽ പോവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ SLCക്ക് 60% മാർക്ക് മേടിച്ചിട്ട് ഞാൻ UPSC പരീക്ഷ എഴുതി, ഞാനിനി പാസ്സായില്ല, അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോവില്ല. അതൊക്കെ അല്പവിശ്വാസികളുടെ കാര്യമാണ്. വിശ്വാസികൾ എന്താ ചെയ്യുക? നിരന്തരമായി നിൽക്കുന്ന ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്ന് തരണം ചെയ്ത്, നിരന്തരമായി ജീവിതത്തിൽ അനുഭവിക്കുന്ന അപകടസന്ധികളെ തരണം ചെയ്ത് നന്മയുടെ വഴിക്ക് നമുക്ക് എത്തുക എന്നുള്ള സങ്കല്പത്തിലൂടെയാണ് നമ്മൾ ഓരോ വിശ്വാസികളും ഓരോ നാമം ജപിക്കുന്നതും ഓരോ ക്ഷേത്ര ദർശനങ്ങളും നടത്തുന്നതും. ഈ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നാമജപാദികളൊക്കെ ദുരിതങ്ങൾ മാറാനും ദുഃഖങ്ങൾ മാറാനും ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില ആൾക്കാർക്ക്, ചില കുടുംബങ്ങളിൽ നല്ല എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ടാവാം, എല്ലാ ദിവസവും നല്ല നാമജപാദികൾ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവാം, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ. പക്ഷെ ചില കുടുംബങ്ങളിൽ അസുഖങ്ങൾ ആറ്റിടുന്നില്ല. എന്ന് വെച്ചാൽ നിരന്തരമായി നിൽക്കുന്ന അസുഖങ്ങൾ വരുന്ന പല കുടുംബങ്ങളും എൻ്റെ ദൃഷ്ടിയിൽ ഒരുപാട് ആൾക്കാർ വന്ന് പറയാറുണ്ട്. സത്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. രോഗമില്ലാത്തവൻ ആരാണോ അവനാണ് ആരോഗ്യവാൻ എന്ന് പറയണ പോലെ തന്നെ, രോഗമില്ലാത്ത, ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാൻ പറ്റാത്ത ഒരു കുടുംബമുണ്ടെങ്കിൽ അവരുടെ സമ്പത്ത് പകുതി അവിടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. കാരണം പകുതി സമ്പത്ത്, പകുതിയിലധികവും നമുക്ക് ധനാഢ്യന്മാരായി നമ്മളെന്ന് പറയണത്. എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാരെന്നല്ല, ഇത് അനാവശ്യമായി നിൽക്കുന്ന നഷ്ടങ്ങൾ വരിക. ചിലർക്കുണ്ട്, ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞു, ഒന്ന് റെസ്റ്റ് ചെയ്ത് റെഡിയായി വന്നു, ഒരു 2.5 മാസം കഴിയുമ്പോൾ വീണ്ടും ഉരുണ്ടിയാടുക, എന്ന് വണ്ടി എടുത്താലും ചെയ്യുക. അത് കണക്കിൽ പശ കൊണ്ട്, വാസ്തുദോഷങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലെങ്കിലും ചില ദുരിതങ്ങളെ പോലെ. അതുപോലെ തന്നെ ചില കുട്ടികൾ, ചില ആൾക്കാർക്ക് ഓരോ മാസം ഓരോ അസുഖങ്ങൾ ആർക്കെങ്കിലും ആ കുടുംബത്ത് വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ ചെയ്തെങ്കിലും അസുഖങ്ങൾക്ക് പൂർണ്ണത വരാതിരിക്കുക. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ മുജ്ജന്മ ശാപങ്ങൾ കൊണ്ട്, പൂർവ്വജന്മഹൃതം ശാപം വ്യാധി രൂപേണ ജാതി, ആ ഒരു പ്രമാണം, മുജ്ജന്മ ശാപങ്ങൾ കൊണ്ട് വ്യാധികൾ കുടുംബത്ത് വരും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്നതുണ്ടാവാം. നമ്മുടെ കർമ്മങ്ങളിലെ എന്താ പറയുക, ലോപം കൊണ്ട് നമുക്ക് ദുരിതങ്ങളും അപകടങ്ങളും വന്നു ചേരാം. നമ്മുടെ വസ്തു വിഷയവുമായിട്ട് നമുക്ക് അപകടങ്ങൾ വന്നു തരാം. ഇല്ല, നമ്മുടെ വിധി തന്നെ നമുക്കെതിരായി. നമ്മളിതെല്ലാം ശരിയാക്കിയാലും വിധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമുക്ക്, നമ്മുടെ തലയിലെഴുത്ത്. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും തലയിലെഴുത്ത് കിടക്കാതിരിക്കില്ല. ആ തലയിലെഴുത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ രോഗപീഠകളും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അതിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റുന്ന, എന്ന് വെച്ചാൽ ഒരു മഹാരോഗം ഉള്ളവർ ഇപ്പം ഞാൻ പറയണത് ചെയ്തു കഴിഞ്ഞാൽ മഹാരോഗം മാറും എന്നൊരർത്ഥം അല്ലെങ്കിൽ പോലും, ഒരു പരിധി വരെ നിരന്തരമായി നിൽക്കുന്ന ആശുപത്രി കേസുകൾ വന്നുകൊണ്ട് നിരന്തരമായി നിൽക്കുന്ന അപകടസന്ധികൾ ഉണ്ടാകുന്നവർക്ക്, നിരന്തരമായ രോഗപീഠകൾ ഉണ്ടാകുന്നവർക്ക് ഒരു പരിധി വരെ തടയിടാൻ പറ്റുന്ന ഒരു ദാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കരിമ്പടം എന്ന് പറഞ്ഞ സാധനം. കറുത്ത നിറത്തിലുള്ള ഒരു തരം പുതപ്പിനെയാണ് കരിമ്പടം എന്ന് പറയുന്നത്. ഇപ്പം അത് ദുർലഭമാണ്, പുതിയ പുതിയ സാധനങ്ങളൊക്കെ വന്നാലും. എന്നാലും കരിമ്പടം കിട്ടാനുണ്ട്. കരിമ്പടവും ഒരു 3 പിടി എള്ളും ഒരു 3 പിടി നാണയവും കൂടി സമീപത്തുള്ള ക്ഷേത്രങ്ങളിലെ ആചാര്യന്മാർക്ക്
ദാനമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. ദക്ഷിണയാന്നല്ല, കാരണം അതൊരു ദാനം തന്നെയാണ്. അദ്ദേഹം ആ ദാനമായി സങ്കല്പിച്ച് വാങ്ങണം. ദാനമായി സങ്കല്പിച്ച് അദ്ദേഹം വാങ്ങിയാൽ, അദ്ദേഹത്തിന് കൊടുത്താൽ, ഒരു ആചാര്യന് കൊടുത്താൽ, ഒരു പരിധി, ഏകദേശം ഒരു പരിധിയിൽ കൂടുതൽ രോഗവിമുക്തി ഉണ്ടാകണോ എന്നാ പറയുന്നത്. ഈ നാണയം എല്ലാവരുടെയും തലക്കുഴിഞ്ഞ നാണയം, അതായത് അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ വന്നിരിക്കണ എല്ലാ ശാപതാപാദികളും മാറിയിട്ട് ദുരിതങ്ങളില്ലാത്ത, അസുഖങ്ങളില്ലാത്ത ഒരു ജീവിതം തരണേ എന്ന് പ്രാർത്ഥിച്ച് തലക്കൊഴിഞ്ഞ നാണയങ്ങളും ഒരു കരിമ്പടവും 3 പിടി എള്ളും കൂടെ കൂടി എല്ലാവരും, കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ കൂടി, അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ആൾ മുൻപിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാർ തൊട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സ്നേഹമുള്ള, നിങ്ങളെ സ്നേഹിക്കുന്ന ഏത് ആചാര്യനായാലും അദ്ദേഹത്തിന് ഇത് ഞങ്ങളുടെ ഒരു ദാനമായി അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദാനമായി അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുക. ആരാചാര്യന്മാരായാലും കുഴപ്പമില്ല, ഏത് ആചാര്യന്മാരായാലും കുഴപ്പമില്ല, എവിടെയായാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കർമ്മത്തിന് ഒരു പരിധി വരെ നമ്മുടേതായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളിലുള്ള ആ ദുരിതഘടങ്ങളെ നമുക്ക് മാറ്റാനായിട്ട്, ദാനത്തിലൂടെ മാറ്റാനായിട്ട് നമുക്ക് ഒരുപാട്, എന്താ പറയണേ, ഈ ദാനത്തിലൂടെ ദുരിതങ്ങളെ മാറി ഒരുപാട് ആരോഗ്യകരമായി നിൽക്കുന്ന ഒരു മാറ്റം ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. അത് ഈ വർഷത്തിലൊരു അസുഖം വരുന്ന ഒരാളുടെ കാര്യമല്ല ഞാനിത് പറയണേ. വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു വൈറൽ ഫീവർ വരുന്ന ഒരാളുടെ കാര്യമല്ല ഇത് ആവശ്യം. അവർക്കൊന്നും ഇത് വേണം എന്ന് പോലുമില്ല. പക്ഷെ രോഗപീഠ കൊണ്ട് മാസം ഒരു നല്ല പൈസ ഹോസ്പിറ്റലിൽ കളയുന്ന നിരന്തരമായ അസുഖങ്ങളുണ്ടാവുന്നത്, അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ അസുഖത്തിന് കുറവ് വരാത്ത വ്യക്തികൾക്ക്, അല്ലെങ്കിൽ രോഗ ആശങ്കയോടെ ജീവിക്കുന്നവർക്ക് അതൊരു വലിയ അസുഖമാണ്. ഇങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന കാര്യമാണ് ഇത് ഒരു ചെയ്യാൻ പറ്റുന്നത്. അതായത് എന്ത് കാര്യത്തിലും ദാനങ്ങൾ ഉപകാരപ്രദമാണ്. ദാനങ്ങൾ കൊണ്ട് വളരെ വളരെ വളരെ, അതായത് നമ്മൾ അറിഞ്ഞ് കൊണ്ടൊരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ അതിന് വലിയ നന്മയാണ്, ഐശ്വര്യമാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾ ചേർത്ത് ദാനം കൊടുത്തിട്ട്, ദാനം കൊടുത്താൽ മാത്രം പോരാ, നിങ്ങൾ വലിയ വയസ്സൊന്നും ഇല്ലെങ്കിൽ ആ ആചാര്യന്റെ മുമ്പിൽ നമസ്കരിച്ച് കൊടുക്കുക. അതായത് ഈശ്വര സങ്കല്പത്തിൽ കൊടുക്കാതെ പറയണം. നാളെ ഈശ്വരനായിട്ട് ആചാര്യനെ കണ്ടെന്നും പറഞ്ഞ് ഋഷിയാക്കണ്ട. കാരണം വെച്ചാൽ നമ്മൾ ഒരു കുട്ടി പോലും ഒരു അറിവ് പറഞ്ഞു തന്നാൽ ആ കുട്ടിയെ നമ്മൾ നമസ്കരിക്കുന്ന ഒരു തെറ്റില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. കാരണം ഒരു കുഞ്ഞു കുട്ടി, അതിനകത്ത് ജാതി മത വർണ്ണ വ്യത്യാസ സമ്പത്തൊന്നുമില്ല. ആരുടെ മുമ്പിലായാലും അറിവുള്ളവന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോഴാണ്, അറിവുള്ള ആചാര്യനെ തൊഴുമ്പോഴാണ്, അറിവുള്ള ആചാര്യൻ പറയുന്നത് കേൾക്കുമ്പോഴാണ് നന്മയുണ്ടാണ്. ആചാര്യനെ പുച്ഛിക്കുമോ, അറിവുള്ളവരെ പുച്ഛിക്കുകയോ, നന്മ പറഞ്ഞു തരുന്നവരെ പുച്ഛിക്കുന്നതോ ഈശ്വരേച്ഛയല്ല, ഈശ്വരഹിതമല്ല, അവർക്ക് നാശമായിരിക്കും ഫലം. അപ്പോൾ അതൊരു കുട്ടിയാണെങ്കിൽ പോലും, ചിലപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയായിരിക്കും, 18 വയസ്സുള്ള, ആയിക്കോട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഈശ്വര സേവ ചെയ്യുന്നതിന് ഈശ്വരന് തുല്യമാണ്. അദ്ദേഹത്തെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു 18 വയസ്സായ കുട്ടിയാണ് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നാൽ എനിക്ക് അദ്ദേഹത്തെ നമസ്കരിക്കാൻ ഒരു മടിയില്ല. അത് ഏത് വർഗ വ്യത്യാസമില്ലാതെ ഞാൻ ചെയ്യും. കാരണം അറിവ് തരുന്നവൻ ഗുരുനാഥനാണ്. പണ്ട് ജാതകാദേശത്തിൽ പറയുന്ന പോലെ, അതായത് മതീയ ഹൃദയാകാശോചിതാനന്ദവൻ, അതായത് അജ്ഞാനമാകുന്ന ആ കറുത്തയിലേക്ക് സൂര്യനെ പോലെ സൂര്യനെ പോലെ പ്രകാശം ജ്വലിപ്പിക്കുന്ന ആരാണോ അത് ഗുരുനാഥൻ. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഗുരുനാഥന് ഇത്ര പ്രായം വേണം അങ്ങനെയില്ല. അപ്പൊ അതുകൊണ്ട് ആചാര്യനോട് പറഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിച്ച് ഇത് ചെയ്യാമെങ്കിൽ തുടർച്ചയുണ്ടായി നിൽക്കുന്ന അപകടങ്ങൾക്കും, തുടർച്ചയായി നിൽക്കുന്ന രോഗദുരിതങ്ങൾക്കും, തുടർച്ചയായ മാറാവ്യാധികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അതിഗംഭീരമായ ദാനമാണ്, അതികേമായ ദാനമാണ്. ഒന്നുകൂടി പറയാം, കറുത്ത നിറത്തിലുള്ള കരിമ്പടവും 3 പിടി എള്ളും 3 പിടി നാണയവും. നാണയം വേണേൽ എല്ലാവരും ഒഴിഞ്ഞെടുക്കാം. എല്ലാവരും കൂടെ കൂടി കൊടുക്കേണ്ടതാണ്. ഞങ്ങളുടെ എല്ലാ ശാപതാപാദികളും മുജ്ജന്മ ശാപങ്ങളും മാറണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, തിരുമേനി ഇത് ആചാര്യന്മാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ദുരിതം ഉണ്ടാവുമെന്ന്. നല്ല 2 നേരം സന്ധ്യാവന്ദനം കഴിക്കുന്ന ഒരു ആചാര്യനെ സംബന്ധിച്ച്, നല്ല ഉപാസനാബന്ധമുള്ള ഒരു ആചാര്യനെ സംബന്ധിച്ച് അവനെ നിഷ്കർഷിച്ചേക്കുന്നതാണ് ഭക്തജനങ്ങളുടെ ദാനങ്ങൾ വാങ്ങിക്കണമെന്ന്. കാരണം അവൻ ഭക്തജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്
പുരോഹിത വർഗത്തിലേക്ക് വരുന്നത്. ആ ഭക്തജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നല്ല ഉപാസകന് ഈ ദാനം കൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. നല്ല ഉപാസകനും നല്ല എന്താ പറയണ ജപാദികളുള്ളവനും ഒന്നും ബാധിക്കത്തില്ല. അത് നമ്മുടെ ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ ഓരോ ആചാര്യന്മാരും ഉള്ളത്. അതുകൊണ്ട് അത് ഓർത്ത് ഭയപ്പെടണ്ട. ഏറ്റവും ശക്തിമത്തായ ദാനം വളരെ ഗംഭീരമായിട്ടാണ്. നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്ത് രോഗപീഠകൾക്കുണ്ടാവും, ദുരിതങ്ങൾക്കുണ്ടാവും, അസുഖങ്ങൾക്കും അപകടങ്ങൾക്കുണ്ടാവും. അതികേമായ ദാനമാണ് ഇത്. എന്താ പറയണേ, ഏത് കാലത്തും എപ്പോഴും ചെയ്യാവുന്നതാണ്. ആചാര പെർമിഷനോട് കൂടി മാത്രം ചെയ്യണമെന്ന് മാത്രം. അതിപ്പോ ഈ ദാനം ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു സാധനം ദാനം ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ അത് എന്ത് തന്നെ ദാനം ചെയ്താലും, കുടുംബത്തിൽ നിൽക്കുന്ന ഒരു ചാമ്പങ്ങയായാലും ഒരു പേരക്കയായാലും ഒരു നേരത്തെ ഭക്ഷണമായാലും ഒരു ആപ്പിളായാലും ഒരു മുന്തിരിങ്ങയായാലും ശകല ഉപ്പായാലും എണ്ണയായാലും വസ്ത്രമായാലും എന്ത് തന്നെയായാലും ദാനം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും ഒരിക്കലും പാഴാക്കാൻ നിൽക്കരുത്. അത് വളരെ ശ്രേഷ്ഠമാണ്. ദാനത്തിന് അത്രയും മഹത്തരമായൊരു കർമ്മമില്ല. മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കി ഒരാൾക്ക് വീതം വെക്കുന്ന ഏറ്റവും മഹത്തര കർമ്മമാണ്. അതുകൊണ്ട് രോഗപീഠകൾക്ക് ഈ ദാനം ചെയ്തോളൂ, മാറ്റം ഉറപ്പാണ്. നമസ്കാരം.